ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് അഥവാ ഗണിതം എന്ന സബ്ജക്റ്റിലെ ലെറ്റ്സ് മെഷർ അളന്ന് നോക്കാം എന്ന യൂണിറ്റിലെ ബാക്കി പോർഷൻസ് ആണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണല്ലേ ഇത്. എല്ലാ കൂട്ടുകാർക്കും വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ക്ലാസ് ആണ് അല്ലേ, ഒരു ചാപ്റ്ററാണ്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ. നോക്കിക്കേ, അവിടെ പിക്ചറിൽ കൂട്ടുകാർക്ക് നമ്മുടെ നിബയും അതുപോലെ തന്നെ നിബയുടെ ബ്രദറിനെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അല്ലേ. അവിടെ നിബ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കളെ? യെസ്, നിബ മെഷേർഡ് ഹെർ ബ്രദേഴ്സ് ഹൈറ്റ് അല്ലേ. അവൾ എന്ത് ചെയ്യാണ്? അവളുടെ ബ്രദറിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. ഓക്കെ മക്കളെ, അവിടെ നിങ്ങളടുത്ത് പറഞ്ഞത് ഇതാണ്, സി ഹൗ നിബ മെഷേർഡ് ഹെർ ബ്രദേഴ്സ് ഹൈറ്റ് അല്ലേ. അതായത് നോക്കിക്കുക മക്കളെ, മലയാളം മീഡിയംകാരുടെ ടെക്സ്റ്റ് പുസ്തകത്തിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്താണ് പറയുന്നത്? നീബ തൻ്റെ അനിയൻ്റെ ഉയരം അളന്നത് നോക്കൂ. അപ്പോൾ നോക്കിക്കുക മക്കളെ, എങ്ങനെയാണ് അവൾ അളക്കുന്നത്? അവനെ ഒരു ചുമരിനോട് ചാരി വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്? അവൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കിക്കുക എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ആസ്ക്ഡ് ഹിം ടു സ്റ്റാൻഡ് എഗെയിൻസ്റ്റ് എ വാൾ അല്ലേ. ആസ്ക്ഡ് ഹിം ടു സ്റ്റാൻഡ് എഗെയിൻസ്റ്റ് എ വാൾ, അതായത് വീടിൻ്റെ ഭിത്തിയോട് എന്ത് ചെയ്തു? അവനെ ചേർത്ത് നിർത്തിയില്ലേ. അവൻ എന്ത് ചെയ്യാണ്? വീടിൻ്റെ ഭിത്തിയോട് ചേർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അവൾ എന്താണ് ചെയ്തിട്ടുള്ളത്? മാർക്ക്ഡ് ദി ഹൈറ്റ് വിത്ത് എ പെൻസിൽ അല്ലേ. മാർക്ക്ഡ് ദി ഹൈറ്റ് വിത്ത് എ പെൻസിൽ. അവൾ എന്ത് ചെയ്തു? പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഉയരം എത്രയാ എന്നുള്ളത് എന്ത് ചെയ്തു? അവൾ ആ ഒരു വാളിൽ എന്ത് ചെയ്തു? ആ ഒരു മാർക്ക് ചെയ്ത് വെച്ചു അല്ലേ. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? പെൻസിൽ കൊണ്ട് ഉയരം അളന്നു. അവൾ എന്താ ചെയ്തത്? ഷീ മെഷേർഡ് ദി ഹൈറ്റ് വിത്ത് എ പെൻസിൽ. അവൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അവൻ്റെ ഹൈറ്റ് മെഷർ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പം നിങ്ങളടുത്ത് എന്താണ് പറഞ്ഞത് നോക്കിക്കോ. ഫൈൻഡ് യുവർ ഹൈറ്റ് ആൻഡ് യുവർ ഫ്രണ്ട്സ് ഹൈറ്റ് ലൈക്ക് ദിസ്. നിങ്ങളുടെ ഹൈറ്റും നിങ്ങളുടെ ഉയരവും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഉയരവും ഇത്തരത്തിൽ പെൻസിൽ ഉപയോഗിച്ച് കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? അവരുടെ ഹൈറ്റ് മെഷർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, ഇതുപോലെ നിങ്ങളുടെ കസേരയുടെ ഉയരവും പുസ്തകത്തിൻ്റെ നീളവും ഒക്കെ കണ്ടുപിടിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പം മിസ് ഇത്തരത്തിൽ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ മിസ്സിന് കിട്ടിയിട്ടുള്ളത്, ഒരു കുട്ടിയുടെ ഹൈറ്റ് കിട്ടിയിട്ടുള്ളത് 8 പെൻസിലാണ് കേട്ടോ. എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 8 പെൻസിൽസ് ആണ് കിട്ടിയിട്ടുള്ളത്. 8 പെൻസിലിൻ്റെ ഹൈറ്റാണ് എന്തുള്ളത്? ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെതൊക്കെ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. എത്ര ഉണ്ടായിരിക്കും എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് നോക്കട്ടെ. ഏകദേശം എത്ര പെൻസിലാണ് ഉണ്ടാവുക എന്ന്. പിന്നെയാണെങ്കിൽ നിങ്ങൾ മെഷർ ചെയ്യുന്ന പെൻസിലിനനുസരിച്ച് എന്ത് ചെയ്യാം? അവരുടെ ആ ഒരു അളവിന് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ. ചില കൂട്ടുകാരുടെ വലിയ പെൻസിൽ ഉണ്ടായിരിക്കും, അതുകൊണ്ട് മെഷർ ചെയ്യുന്ന സമയത്ത് ഒരു ഹൈറ്റ് ആയിരിക്കും. ഇനി അതേ ആളിനെ തന്നെ നിങ്ങൾ മറ്റൊരു പെൻസിൽ അല്ലേ, ഹൈറ്റ് നീളം കുറവുള്ളൊരു പെൻസിൽ ഉപയോഗിച്ച് അളക്കുകയാണെങ്കിൽ അപ്പോഴും എന്തായി? ആ ഒരു മെഷർമെൻറ്റിൽ ചേഞ്ച് വരൂല്ലേ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പെൻസിലിനനുസരിച്ചായിരിക്കും ആ ഒരു കുട്ടിയുടെ ഹൈറ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിയുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അത്തരത്തിൽ നിങ്ങളടുത്ത് ചെയറിൻ്റെയും പുസ്തകത്തിൻ്റെയൊക്കെ നീളം മെഷർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ മിസ്സ് ഒരു ചെയറിൻ്റെ നീളം മെഷർ ചെയ്ത സമയത്ത് മിസ്സിൻ്റെ വീട്ടിലുള്ള ചെയറിൻ്റെ ആ ഒരു ഹൈറ്റ് ഓഫ് ചെയർ അല്ലേ എത്രയാണ് പെൻസിലാന്ന് വെച്ചാൽ മിസ്സിനെ കിട്ടിയിട്ടുള്ളത് 4 പെൻസിൽ എന്നാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. 4 പെൻസിലായിരുന്നു അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ലെങ്ത് ഓഫ് ദി ബുക്ക് എന്ന് പറയുന്നത് 2 പെൻസിലാണ് കേട്ടോ. 2 പെൻസിലിൻ്റെ നീളമാണ് മിസ്സിൻ്റെ ബുക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യും? ഇത്തരത്തിൽ നിങ്ങൾ മെഷർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള ചെയറിൻ്റെത് മെഷർ ചെയ്യുക, അതുപോലെ തന്നെ ബുക്കിൻ്റെയും ലെങ്ത്ത് നിങ്ങൾ എന്ത് ചെയ്യും? മെഷർ ചെയ്യുക. സിമ്പിളാണല്ലേ, പെൻസിൽ വെച്ചിട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് മക്കൾ മെഷർ ചെയ്താൽ മതിയാകും. ഓക്കെ മക്കളെ, ഇത് നിങ്ങൾക്ക് അവിടെ ചോദിക്കുന്നു, വിച്ച് ഈസ് മോർ, ഹൗ മച്ച് മോർ, ഏതാണ് കൂടുതൽ അല്ലേ. അതായത് ചെയറിൻ്റെ നീളമാണോ പെൻസിലിൻ്റെ നീളമാണോ അളവാണോ കൂടുതലുള്ളത്, എത്ര കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കസേരയുടെ ഉയരം നമുക്ക് 4 പെൻസിൽ എന്നാണ് കിട്ടിയിട്ടുള്ളത്. പുസ്തകത്തിൻ്റെ നീളമാണെങ്കിൽ 2 പെൻസിൽ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഏതിൻ്റെ അളവാണ് മക്കളെ കൂടുതലുള്ളത്? യെസ്, ഓഫ് കോഴ്സ് ചെയറിൻ്റെ നീളമാണ് അല്ലേ. കസേരയുടെ നീളമാണ് എന്തുള്ളത്? കൂടുതലുള്ളത്. എത്രയാണ് മക്കളെ കൂടുതലുള്ളത്? 2 പെൻസിലാണ് എന്തുള്ളത്? കൂടുതലുള്ളത് അല്ലേ. 2 പെൻസിലാണ് എന്തുള്ളത്? കൂടുതലുള്ളത്. മനസ്സിലായിട്ടുണ്ടോ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ഇത്തരത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പെൻസിൽ യൂസ് ചെയ്ത് മെഷർ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു? കൈ യൂസ് ചെയ്ത് മെഷർ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ചാൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അത് നമുക്കറിയാം. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? പെൻസിൽ യൂസ് ചെയ്ത് നമ്മൾ മെഷർ ചെയ്തു അല്ലേ. ഒക്കെ നമ്മൾ വ്യത്യസ്ത രീതിയിലാണ് മെഷർ ചെയ്ത് വരുന്നത്. ഓക്കെ മക്കളെ, ദെൻ നമുക്ക് നെക്സ്റ്റ് പോർഷനിലോട്ട് പോകാമല്ലോ. വളരെ സിമ്പിളാണ്, ജസ്റ്റ് നമ്മളൊന്ന് നോക്കിപ്പോയാൽ മാത്രം മതി കേട്ടോ. എന്താണ്? തിക്കർ ട്രീ എന്നതാണ്. എന്താണ് മക്കളെ? തിക്കർ ട്രീ എന്നതാണ് നമുക്ക് നെക്സ്റ്റ് ഉള്ളത്. കൂട്ടുകാർക്ക് അവിടെ ഒരു പിക്ചർ കാണാം അല്ലേ. പിക്ചറിൽ എന്താണ്? 2 ട്രീ ഉണ്ട് അല്ലേ. കുട്ടികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്?
ആ ഒരു ട്രീയുടെ തിക്നെസ് എത്രയാണ് എന്നുള്ളത് മെഷർ ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ. നമുക്ക് ചിത്രത്തിൽ ആ ഗ്രൗണ്ടിലുള്ള മരങ്ങളുടെ വണ്ണം എന്താണ് കുട്ടികൾ അളന്ന് നോക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്തുപയോഗിച്ചാണ് മക്കളെ അവർ അളക്കുന്നത്? ചരട് ഉപയോഗിച്ചിട്ടാണ് അളക്കുന്നത് അല്ലേ. ഇപ്പം നേരത്തെ നമ്മുടെ കുട്ടികളുടെ ഹൈറ്റ് എടുത്തപ്പോൾ ചെയറിൻ്റെ ഹൈറ്റൊക്കെ എടുത്ത സമയത്ത് നമ്മൾ ചരടാണ് യൂസ് ചെയ്തത്, അല്ല പെൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ മക്കൾ, അപ്പോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലൊരു വസ്തുവിന്, അതായത് മരം പോലുള്ള ഇത്തരത്തിലൊരു റൗണ്ട് ഷേപ്പിൽ നിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ നമുക്ക് നീളം അല്ലെങ്കിൽ അതിൻ്റെ വണ്ണം എത്രയാണ് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ മക്കളെ? ഇല്ല. നമുക്ക് എങ്ങനെയേ പറ്റുള്ളൂ? ചരട് ഉപയോഗിച്ചിട്ട്, ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ത്രെഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് മക്കളെടുക്കുക. എന്നിട്ട് ആ കയർ എന്ത് ചെയ്യുക, നമുക്ക് നോക്കാം അല്ലേ, ഏതിനാണ് വലുപ്പം കൂടുതൽ, വണ്ണം കൂടുതലുള്ളത് എന്ന് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ ഒരു കയറിൻ്റെ ആ ഒരു ലെങ്ത്ത് കമ്പയർ ചെയ്താൽ മതി അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ. ഫൈൻഡ് ദി തിക്നെസ് ഓഫ് സം ട്രീസ് ഇൻ ദി സ്കൂൾ ഗ്രൗണ്ട് യൂസിങ് എ സ്ട്രിങ്. വിച്ച് ട്രീ ഈസ് തിക്കസ്റ്റ് എന്നാണ് ചോദിച്ചത് അല്ലേ. തിക്കസ്റ്റ് ആണ് ചോദിച്ചത്, അതായത് വണ്ണം കൂടുതലുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സ്കൂൾ ഗ്രൗണ്ടിലെ ഏതാനും മരങ്ങളുടെ വണ്ണം ചരട് ഉപയോഗിച്ച് കണ്ടുപിടിക്കൂ. ഏതിനാണ് കൂടുതൽ വണ്ണം? അപ്പോൾ അത് മക്കൾക്ക് സ്കൂളിൽ ചെയ്യാനുള്ളൊരു പ്രവർത്തനമാണ്. നിങ്ങൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുക, ഒരു ചരട് നിങ്ങൾ കൊണ്ടുപോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ടിൽ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ആ ഒരു തിക്നെസ് എത്രയാണ്, അതിൻ്റെ ഒരു വണ്ണം എത്രയാണെന്നുള്ളത് മെഷർ ചെയ്തിട്ട് ഏതിനാണ് കൂടുതൽ വണ്ണം എന്നാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കിക്കുക മക്കളെ, നമ്മുടെ പിക്ചറിൽ ഇത് ഒന്നാമത്തെ ട്രീ ആണ്, ഇത് രണ്ടാമത്തെ ട്രീ ആണല്ലേ. 2 ട്രീസ് ഉണ്ടല്ലോ. അതിൽ ഏതിനാണ് മക്കളെ തിക്നെസ് കൂടുതലുള്ളത്? അത് നിങ്ങൾ പറഞ്ഞ ആദ്യത്തേതിനാണോ രണ്ടാമത്തേതിനാണോ? ഓഫ് കോഴ്സ് ഏതിനാണ്? സെക്കൻഡ് വണ്ണിനാണല്ലേ, രണ്ടാമത്തേതിനാണ് എന്തുള്ളത്, തിക്നെസ് കൂടുതലുള്ളത്. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ വേഗം മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അതിന് നമുക്ക് മെഷർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഏകദേശം ഒരേ തിക്നെസ്സിൽ വരുന്ന ഒരു മരങ്ങളാണ് നമുക്കെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം, ഇത്തരത്തിൽ ചരടോ ത്രെഡോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ആൻസറായിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് മക്കൾക്ക് സ്കൂളിൽ ചെയ്യാനുള്ളൊരു വർക്കാണ്. ഏത് മരത്തിനാണ്, നിങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ടിലുള്ള ഏത് മരത്തിനാണ് കൂടുതൽ തിക്നെസ് ഉള്ളത് എന്നുള്ളത് കണ്ടെത്താൻ കേട്ടോ. ഓക്കെ മക്കളെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. നോക്കിക്കേ, സ്റ്റാൻഡിങ് ജമ്പ്. എന്താണ് അടുത്തൊരു ഭാഗം വരുന്നത്? സ്റ്റാൻഡിങ് ജമ്പ് എന്നതാണ് അല്ലേ. ഇൻ യുവർ ക്ലാസ് ഹൂ ക്യാൻ ജമ്പ് ദി ഫാർത്തസ്റ്റ്? മാർക്ക് ദി ഡിസ്റ്റൻസ് ദേ ജംപ്ഡ് ആൻഡ് മെഷർ യൂസിങ് യുവർ ഫുട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് മറ്റൊരു രീതിയിലാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കാൽപാദം, നമ്മുടെ ഫൂട്ട് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ പോവുകയാണ്. അതായത് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ ആരാണ് കൂടുതൽ ദൂരം ചാടുന്നത്, ചാടിയ ദൂരം അടയാളപ്പെടുത്തി നിങ്ങളുടെ കാൽപാദം ഉപയോഗിച്ച് അളക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കൾ ഈ ലോങ് ജമ്പൊക്കെ നിങ്ങൾ ചാടിയിട്ടുണ്ടാവില്ലേ, ലോങ് ജമ്പ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ജമ്പൊക്കെ നമ്മൾ ചാടിയിട്ടുണ്ടാവില്ലേ, സ്പോർട്സ് ഡേയുടെ ഒക്കെ ഭാഗമായിട്ട് ചാടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചാടിയ സമയത്ത് നിങ്ങൾ ചാടിയിട്ടുള്ള ദൂരം, ഏറ്റവും കൂടുതൽ ദൂരം ചാടിയിട്ടുള്ള ആളല്ലായിരുന്നു മക്കളെ നമ്മൾ വിന്നറായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാരും ചാടുക, എന്നിട്ട് ഏറ്റവും കൂടുതൽ ദൂരം ചാടിയിട്ടുള്ള ആൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ എങ്ങനെ കണ്ടെത്തണം? നിങ്ങളുടെ കാൽപാദം ഉപയോഗിച്ച് അളന്ന് വേണം കണ്ടെത്താനായിട്ട്. അതെങ്ങനെയാണ് അളക്കുന്നത് മക്കൾക്കറിയില്ലേ. ഒരു കാലെന്ത് ചെയ്യുക, നമ്മൾ ആദ്യം നമ്മുടെ ഒരു കാല് എന്ത് ചെയ്യുക, ഇതാണ് നമ്മുടെ ഒരു കാലെന്ന് അസ്യൂം ചെയ്യുക കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാല് നമ്മൾ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, തൊട്ട കാല് എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത കാല് നമ്മൾ തൊട്ട് മുന്നേ അതിനോട് ചേർത്ത് ഇങ്ങനെ വെക്കുക, അല്ലെ അതിനോട് ചേർത്ത് നമ്മൾ നമുക്ക് അറിയുന്നതാണ് ചേർത്ത് വെക്കുക. പിന്നെ എന്ത് ചെയ്യുക, അപ്പോൾ എത്ര കാലായി, ഇത് ഒരു ഫൂട്ട്, ഇത് രണ്ടാമത്തെ ഫൂട്ടിൽ. പിന്നെ എന്ത് ചെയ്യുക, ഈ പുറകിലുള്ള ഫൂട്ട് എന്ത് ചെയ്യുക, ഈ പുറകിലുള്ള ഫൂട്ട് എന്ത് ചെയ്യുക, പിന്നെ നേരെ തൊട്ട് മുന്നിലോട്ട് വെക്കുക അല്ലേ, നേരെ തൊട്ട് മുന്നിലോട്ട് വെക്കുക അല്ലേ, നേരെ മുന്നിലോട്ട് വെക്കുക. അപ്പോൾ എത്രാമത്തെ ഫൂട്ടായി, മൂന്നാമത്തെ ഫൂട്ടായി. ഇനി അതെന്ത് ചെയ്യുക, അതിൻ്റെയും പുറകിലുള്ള ഫൂട്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് മാറ്റിയിട്ട് അതിൻ്റെ തൊട്ട് മുന്നിൽ വെക്കുക. അപ്പോൾ എത്രാമത്തെ ഫൂട്ടായി, നാലാമത്തെ ഫൂട്ട്. അങ്ങനെ മെഷർ ചെയ്തിട്ട് എത്ര ഫൂട്ടാണ് എന്ന്, ഏറ്റവും കൂടുതൽ ഫൂട്ട് ഏത് കുട്ടിയാണോ ചാടിയിട്ടുള്ളത് അവനായിരിക്കും എന്ത്, ഏറ്റവും കൂടുതൽ ദൂരം ചാടിയിട്ടുള്ളത് അല്ലേ. മനസ്സിലായിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഫൂട്ട് കാൽപാദം ഉപയോഗിച്ച് മെഷർ ചെയ്യുക എന്നുള്ളത്. ആദ്യം ഒരു കാൽപാദം വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനോട് ചേർന്ന് അതിന് തൊട്ട് മുന്നിലായിട്ട് അടുത്ത കാൽപാദം വെക്കുക. അപ്പോൾ 2 ഫൂട്ടായി അല്ലേ. പിന്നെ പുറകിലുള്ള കാല് എന്ത് ചെയ്യുക, വീണ്ടും മുന്നോട്ട് വെക്കുക. അപ്പോൾ എത്രയും 3 ഫൂട്ടായി. എല്ലാം ചേർത്ത് വെച്ച് പോകണം കേട്ടോ. ഓക്കെ മക്കളെ, അങ്ങനെ ഏറ്റവും കൂടുതൽ ദൂരം കണ്ടെത്തിയ
ആളാരാണ് എന്നുള്ളത് നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയിട്ട് അവിടെ എഴുതണം. ഓക്കെ മക്കളെ, മനസ്സിലായോ? അതും നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനമാണ് കേട്ടോ. നിങ്ങളുടെ മറ്റു കൂട്ടുകാരും ഒക്കെ എത്തിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന പ്രവർത്തനമാണ്. ഇന്ന് നിങ്ങൾക്ക് മറ്റൊരു വർക്ക് മിസ് തരാം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബെഡ്റൂം ഉണ്ടാവില്ലേ, നിങ്ങൾ കിടക്കുന്ന റൂം, ആ ബെഡ്റൂം എത്ര ഫൂട്ട് അല്ലെങ്കിൽ എത്ര കാൽപാദമാണ് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫൂട്ട് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്തിട്ട് മക്കൾ എന്ത് ചെയ്യണം, ഒരു നോട്ട്ബുക്കിൽ എഴുതുക. അതായത് എൻ്റെ മുറിയുടെ നീളം എന്ന് പറഞ്ഞിട്ട് മക്കൾ എഴുതിയിട്ട് എന്ത് ചെയ്യുക, എത്ര ഫൂട്ടാണ് എന്നുള്ളത് എഴുതുക. അപ്പം എത്രയാണ്, 10 ഫൂട്ടാണെങ്കിൽ 10 ഫൂട്ട് അല്ലേ, അല്ലെങ്കിൽ 10 കാൽപാദമാണെങ്കിൽ 10 കാൽപാദം എന്നുള്ളത് മക്കൾ എഴുതിയിട്ട് മിസ്സിന് എന്ത് ചെയ്യുക, അയച്ചു തരിക. ഇല്ലെങ്കിൽ മിസ്സിന് വോയിസ് റെക്കോർഡായിട്ട് ഇട്ട് തന്നാലും മതി കേട്ടോ. ഓക്കെ മക്കൾ, അത് നിങ്ങൾ ചെയ്യണം. ഫോട്ടോ ഉപയോഗിച്ചിട്ട് മക്കൾ മെഷർ ചെയ്തിട്ട് അയക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം അല്ലേ. നോക്കിക്കേ, ഹെവിയർ ആൻഡ് ലൈറ്റർ. എന്താണ് മക്കളെ ഹെവിയർ ആൻഡ് ലൈറ്റർ? ഹെവിയർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഭാരം കൂടിയത് അല്ലേ. ലൈറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭാരം കുറഞ്ഞത് അല്ലേ. ഭാരം കൂടിയതും അതുപോലെ തന്നെ കുറഞ്ഞതും എന്നുള്ളതാണ് അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. ഭാരം കൂടിയതും കുറഞ്ഞതും. നോക്കിക്കേ മക്കളെ, അവിടെ നിങ്ങൾക്ക് എന്ത് കാണാം, ഒരു ഫ്രൂട്ട് ഷോപ്പ് കാണാം അല്ലെ, ഒരു പഴക്കട നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അവിടെ നോക്കിക്കേ മക്കളെ, നമ്മുടെ നീബയുണ്ട്, അതുപോലെ തന്നെ നീബയുടെ മദറും ആണുള്ളത് അല്ലേ. നോക്കിക്കേ, നിബ ആൻഡ് ഹർ മദർ അറ്റ് ഫ്രൂട്ട് ഷോപ്പ് അല്ലേ. ഒരു ഫ്രൂട്ട് ഷോപ്പിലാണ് നമ്മുടെ നിബയും അതുപോലെ തന്നെ മദറും ഉള്ളത്. അപ്പോൾ എന്താ അവർ പറയും നോക്കിക്കേ മക്കളെ, 1 കിലോഗ്രാം ആപ്പിൾ ആൻഡ് 1 കിലോഗ്രാം ഓറഞ്ച് പ്ലീസ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്, 1 കിലോഗ്രാം അല്ലേ, 1 കിലോഗ്രാം ആപ്പിളും 1 കിലോഗ്രാം ഓറഞ്ചും വേണം എന്ന് പറയാണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ നിബ എന്ത് പറയുന്നുണ്ട്, നമ്മുടെ നിബി എന്താണ് പറഞ്ഞത്, സി മാം ദർ ആർ 9 ഓറഞ്ചസ് ബട്ട് ഓൺലി 6 ആപ്പിൾസ് വൈ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ മദർ എന്താ പറഞ്ഞത്, 1 കിലോഗ്രാം ആപ്പിളും 1 കിലോഗ്രാം ഓറഞ്ചും ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 1 കിലോഗ്രാം ആപ്പിളും 1 കിലോഗ്രാം ഓറഞ്ചും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നിബി ഒരു കാര്യം ശ്രദ്ധിച്ചു, എന്താണ്, ആപ്പിൾ അല്ലേ, ആപ്പിൾ അവിടെ എത്ര എണ്ണം കൊടുത്തു, ഒരു 1 kg 1 കിലോ എന്ന് പറയുന്ന സമയത്ത് അവിടെ എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു, 6 ആപ്പിളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സെയിം ഓറഞ്ച് 1 kg പറഞ്ഞ സമയത്ത് എത്രയുണ്ട് മക്കളെ, 9 എണ്ണം ഉണ്ട്. അതെന്താ അങ്ങനെ? ആർക്ക് സംശയമായി? നമ്മുടെ നിബയ്ക്ക് സംശയമായി. അതെന്തായിരിക്കും മക്കളെ അങ്ങനെ? രണ്ടും ഓരോ കിലോനല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 6 ആപ്പിൾ ആണെങ്കിൽ ഓറഞ്ചും എത്ര തന്നെ ആവണം, 6 എണ്ണം തന്നെയാണ്. അല്ലെങ്കിൽ 9 ഓറഞ്ച് ആണെങ്കിൽ ആപ്പിളും എത്ര എണ്ണം വേണം, 9 എണ്ണം തന്നെ വേണമല്ലോ. പക്ഷേ ഇതെന്താ എണ്ണത്തിനിങ്ങനെ വ്യത്യാസം എന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ് മക്കളെ, നിങ്ങൾക്കറിയോ എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ എന്താണ് മക്കളെ, ഭാരത്തിന് അല്ലേ, വെയിറ്റിൽ എന്തുണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ. നമ്മുടെ ഓറഞ്ചിനേക്കാൾ നമ്മുടെ ആപ്പിളിന് എന്തായിരിക്കും, ഭാരം കൂടുതലായിരിക്കില്ലേ, വെയിറ്റ് കൂടുതലായിരിക്കും അല്ലേ. ചിലപ്പോൾ 2 ഓറഞ്ച് വെച്ചാലായിരിക്കും ചിലപ്പോൾ എന്താവുക, ഒരു ആപ്പിളിലൊക്കെ വെയിറ്റ് ചിലപ്പോൾ ആവുക അല്ലേ. വലിയൊരു ആപ്പിൾ, നല്ല വലിയ ഒരു ആപ്പിൾ ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് ആണ് ചിലപ്പം 2 ഓറഞ്ചൊക്കെ വെക്കേണ്ടി വരും. കാര്യം എന്താണ്, ഓറഞ്ചിൻ്റെ വെയിറ്റ് കുറവാണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ചെറിയ ഓറഞ്ചൊക്കെ ആണെങ്കിൽ 2 3 എണ്ണമൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, വെക്കേണ്ടി വരും. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ. അപ്പം എന്താണ്, ഏതിനാണ് വെയിറ്റ് കൂടുതലുള്ളത്, ആപ്പിളിനാണോ ഓറഞ്ചിനാണോ ഭാരം കൂടുതലുള്ളത്, ഏതിനാണ്, ആപ്പിളിനാണ് അല്ലേ, ആപ്പിളിനാണ്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കറിയാമായിരിക്കും അല്ലേ. ഇനി നമുക്കറിയാൻ പറ്റുന്നില്ല, ആപ്പിളിനും ഓറഞ്ചിനും ഒരേ വലുപ്പമുള്ളതാണ്. അപ്പോൾ ഏതിനാണ് വെയിറ്റ് കൂടുതൽ എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? നമ്മൾ അതിൻ്റെ വെയിറ്റ് എന്ത് ചെയ്യും, നമ്മൾ മെഷർ ചെയ്യില്ല. അതിൻ്റെ വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യില്ല, അത് തൂക്കി നോക്കുകയാണ് ചെയ്യുക അല്ലേ. നോക്കിക്കേ, ഹൗ ഡു വി ഫൈൻഡ് ഔട്ട്, സീ ദി ഡിവൈസ് യൂസ്ഡ് ടു വെയിങ് തിങ്സ് അല്ലേ. നമുക്ക് താഴെ കുറച്ച് ഡിവൈസുകൾ തന്നിട്ടുണ്ട്. എന്തിനുള്ള വസ്തുക്കളാണ് മക്കളെ, നിങ്ങൾ കടയിലൊക്കെ ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് കാണുന്ന സാധനങ്ങളാണ്. എന്തിനാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്? യെസ്, വെയിറ്റ് മെഷർ ചെയ്യാനാണ് അല്ലേ. ഭാരം എത്രയാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെയിൻ തിങ്സ് ആണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത് കേട്ടോ. അതായത് ഭാരം നോക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇതിൽ നമുക്ക് ഈ ഒരു തുലാസ് ഇപ്പം നമുക്ക് അങ്ങനെ കാണാനില്ല. ആദ്യ കാലങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ത്രാസുകളായിരുന്നു കേട്ടോ ഉപയോഗിച്ചിരുന്നത്. ഇപ്പം നമുക്ക് കൂടുതലായിട്ട് ഇതാണ് നമുക്ക് ഷോപ്പിലൊക്കെ കാണാനായിട്ട് പറ്റുന്നത് അല്ലേ. അല്ല മക്കളെ, ഇത്തരത്തിലുള്ള വെയിൻ മെഷീനാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് മക്കളെ, നമുക്ക് ഭാരം നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നിങ്ങൾക്ക് അവിടെയുള്ള മറ്റൊരു കുഞ്ഞു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ്, കളിത്രാസ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു പ്രവർത്തനമാണ്.
കളിത്രാസ് ഉണ്ടാക്കാനായിട്ടുള്ള പ്രവർത്തനം. നോക്കിക്കേ മക്കളെ, വാട്ട് ഓൾ ഐറ്റംസ് ആർ നീഡ്, ഹൗ ഡു വി മേക്ക് ഇറ്റ് എന്നൊക്കെ നമുക്ക് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ, അവിടെ പിക്ചറിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം അത് ഉണ്ടാക്കാനായിട്ട്. നോക്കിക്കേ എന്തൊക്കെയാണ് അവിടെ കുട്ടികളുടെ കയ്യിലുള്ളത്. ചിരട്ടയുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, ചിരട്ട വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് അത്തരത്തിലുള്ള സാധനം ഉണ്ടാക്കല്ലേ. ചിരട്ടയും അതുപോലെ തന്നെ കുറച്ച് ചരടും അതുപോലെ തന്നെ ഒരു വലിയൊരു സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള ഒരു ത്രാസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂലേ. എന്നിട്ട് മക്കൾ എന്ത് ശ്രദ്ധിക്കണം, എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അതിനെ ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും നല്ല ബാലൻസ് നല്ല ഈക്വൽ ആക്കിയിട്ട് രണ്ട് സൈഡിൻ്റെയും ഇത് ഒരു ലെങ്ത്ത് ഈക്വൽ ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും അതെന്ത് ചെയ്യണം, തൂക്കിയിടണം. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് വെയിറ്റ് നോക്കുക, ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക, ഒരു വശത്ത് വെക്കുക, അടുത്ത വശത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്പിളും ഓറഞ്ചും തന്നെയാണ് രണ്ട് വശത്തും വെക്കുന്നത്. അപ്പോൾ വെയിറ്റ് കൂടുതലുള്ള വശം എന്തായി നിൽക്കും മക്കളെ, വെയിറ്റ് കൂടുതലുള്ള വശം താഴ്ന്ന് നിൽക്കും അല്ലേ. കുറച്ച് വെയിറ്റ് കുറവാണെങ്കിൽ മറ്റേതിനേക്കാൾ കുറച്ചും കൂടി ഉയരത്തിലാണ് നിൽക്കുക. ഇനി രണ്ടിനും ഈക്വൽ വെയിറ്റ്, ഒരേ ഭാരമാണുള്ളതെങ്കിൽ രണ്ടും എങ്ങനെ നിൽക്കും മക്കളെ, ലെവലായിട്ട് നേരെയായിട്ട് നിൽക്കില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്, രണ്ടിനും ഒരേ ഭാരമാണുള്ളത് അല്ലേ. അപ്പം ഭാരം കൂടുകയാണെങ്കിൽ താഴ്ന്ന് നിൽക്കും, ഭാരം കുറവുള്ള ഭാഗമാണെങ്കിൽ കുറച്ച് ഉയർന്ന് നിൽക്കും. ഇനി രണ്ടിനും സെയിം വെയിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് രണ്ടും ഒരേപോലെ നിൽക്കും. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് നോക്കിക്കുക മക്കളെ, മേക്ക് എ ബാലൻസ് ആസ് ഇൻ ദി പിക്ചർ, വിച്ച് ഈസ് ദി ഹെവിയസ്റ്റ് തിങ് ഇൻ യുവർ ബാഗ്, ഫൈൻഡ് ഔട്ട് ആൻഡ് സർക്കിൾ ഇറ്റ്സ് പിക്ചർ എന്നാണ് പറഞ്ഞത്. അതായത് ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ത്രാസ് ഉണ്ടാക്കൂ, നിങ്ങളുടെ ബാഗിലെ വസ്തുക്കളിൽ ഏതിനാണ് ഭാരം കൂടുതൽ കണ്ടുപിടിക്കൂ, വട്ടം വരയ്ക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ എന്ത് ചെയ്യണം, ഒരു ത്രാസ് ഉണ്ടാക്കണം. അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം, എന്നിട്ട് നിങ്ങളുടെ ബാഗിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ബുക്ക്, ബോക്സ്, അതുപോലെ തന്നെ പെൻസില്, പിന്നെ ബോട്ടിൽ, പെന്ന് എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഏതിനാണ് എന്ന് കണ്ടെത്തിയിട്ട് മക്കളെടുത്ത് സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ അത് നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. മക്കൾ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ ഒരു ബാലൻസ് ഉണ്ടാക്കി നോക്കുക, ഒരു ത്രാസ് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകളുടെ ഒക്കെ ഹെൽപ്പ് നിങ്ങൾക്ക് മേടിക്കാം. അതിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യുക, ഒരു ത്രാസ് ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളിയൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ആരെങ്കിലും വീട്ടിലെ മുതിർന്ന ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ അത് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒത്തിട്ട് നമുക്ക് കളിക്കുന്ന സമയത്ത് അല്ലേ, നമുക്കൊരു കച്ചവടക്കാരനൊക്കെ ആയിട്ട് നമുക്കൊരു ഗെയിമൊക്കെ ഇത് വെച്ചിട്ട് കളിക്കാനായിട്ട് പറ്റൂലേ. അങ്ങനത്തെ അത്തരത്തിലുള്ളൊരു ത്രാസൊക്കെ ഉണ്ടാക്കി നമുക്ക് തൂക്കിയിട്ടിട്ട് ആളുകൾ വന്നിട്ട് ഇന്ന സാധനം ഇത്ര കിലോ അല്ലേ, 1 കിലോന് അരി അല്ലെങ്കിൽ 500 പഞ്ചസാര എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറേ കല്ലും മണ്ണൊക്കെ വാരി നമ്മൾ കളിക്കാറില്ല മക്കളെ, അത്തരത്തിലുള്ള കളികളൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അങ്ങനെ മെഷർ ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. എന്നിട്ട് ഏത് സാധനത്തിനാണോ, നിങ്ങളുടെ ബാഗിലുള്ള ഏത് സാധനത്തിനാണോ കൂടുതൽ വെയിറ്റ് എന്നുള്ളത് കണ്ടെത്തിയിട്ട് മക്കൾ എന്ത് ചെയ്യണം, അവിടെ സർക്കിൾ ചെയ്യണം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. അപ്പോൾ അതനുസരിച്ച് മക്കൾ ചെയ്യുക കേട്ടോ. ഓക്കെ ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ക്ലാസ് ഇല്ല അല്ലേ, സാറ്റർഡേ സൺഡേസൊക്കെ വരുന്നുണ്ട്. അപ്പം മക്കൾ എന്തേ തരത്തിലൊരു ബാലൻസ്, ഒരു ത്രാസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മക്കൾ അത് ഉണ്ടാക്കണം. എന്നിട്ട് മിസ്സിനൊരു ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണം കേട്ടോ. വളരെ രസമായിരിക്കും. അതൊക്കെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എടുത്തിട്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോ ഗെയിം കളിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ മക്കൾ അത് ഉണ്ടാക്കുന്നവർ മിസ്സിന് തീർച്ചയായിട്ടും ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ടോ മിസ്സിന് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന കാര്യങ്ങളെല്ലാം പഠിക്കാം. ഈ ഒരു ചാപ്റ്ററൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതെല്ലാം മക്കൾ നോക്കണേ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.